ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അതിസൗന്ദര്യമിയെന്നൊരു തരുണിയെ സർവാഭരണ വിഭൂഷണയാണവർ രാവണൻ കട്ടുകൊണ്ടു പോകുന്നത് ഞാൻ കാണുകയുണ്ടായി. ആ കാമിനി ഹാ രാമ, ലക്ഷ്മണ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ മുറിയത്തക്ക വിധം ദേഹം കുടഞ്ഞിരുന്നു. ശൈലാഗ്രത്തിൽ പതിച്ച സൂര്യപ്രഭ പോലെയുള്ള പട്ടുവസ്ത്രം കറുകറുത്ത രാക്ഷസദേഹത്തിൽ മേഘമധ്യത്തിൽ പ്രശോഭിക്കുന്ന മിന്നൽ പിണർ പോലെ കണ്ടിരുന്നു. ശ്രീരാമദേവന്റെ പേർ അടിക്കടി വിളിച്ചിരുന്നതിനാൽ തീർച്ചയായും ആ ഭാമിനി ജാനകിയായിരിക്കും. ആ അസുരേന്ദ്രന്റെ വാസസ്ഥാനം ഞാൻ പറയാം, കേൾക്കൂ. വിശ്രവസിന്റെ പുത്രനും വൈശ്രവണന്റെ സഹോദരനുമാണ് ആ അരക്കൻ. ലങ്കാനഗരിയിലാണ് രാവണ രാക്ഷസൻ താമസിക്കുന്നത്. ഇവിടെ നിന്ന് 100 കാതം ദൂരത്തിൽ സമുദ്രമധ്യത്തിലുള്ളൊരു തുരുത്തിൽ വിശ്വകർമാവ് സൃഷ്ടിച്ചതാണ് ലങ്കാപുരി. തങ്കത്തിണ്ണകൾ, വിചിത്രതര പൊൻവാതിലുകൾ, സൂര്യശോഭയാർന്ന വൻമതിലുകൾ, ഇങ്ങനെ മനോഹരമായ ലങ്കയിൽ പല്ലവ നിറ പട്ടുടുത്ത സീത ദുഃഖിതയായി പാർക്കുന്നുണ്ട്. രാവണാന്തപുരത്തിൽ രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ജനകരാജപുത്രിയെ നിങ്ങൾ കണ്ടെത്തും. ചുറ്റുപാടും നിന്ന് ലങ്കാരാജ്യത്തെ കാത്തുരക്ഷിക്കുന്നത് അലയാഴിയാണ്. ഇവിടെ നിന്നും തികച്ചും 100 കാതം തെക്കോട്ട് പോയാൽ സമുദ്രത്തിൻ്റെ അപ്പുറത്തായിട്ടുള്ള ലങ്കയിൽ എത്താം. അവിടെ രാവണനെയും കാണാം. ജാഗ്രതയോടെ നിങ്ങൾ ഇനി പോകേണ്ടത് അങ്ങോട്ടാണ്. എൻ്റെ ജ്ഞാനക്കണ്ണിന് മുമ്പിൽ എല്ലാം വ്യക്തമാകുന്നു. കപിവരന്മാരായ നിങ്ങൾ ദേവിയെ കണ്ട് മടങ്ങിവരും. 1-ാമത്തെ വഴി കലിംഗർക്കും ധ്യാനമശിക്കുന്ന ജീവികൾക്കുമാണ്. 2-ാമത്തെ മാർഗം കാക്കകൾക്കും വൃക്ഷഫലങ്ങൾ അശിക്കുന്നവർക്കും. 3-ാമത്തേത് അരയന്നം, ചക്രവാകം തുടങ്ങിയവർക്ക്. 4-ാമത്തേത് പരുന്തുകൾക്ക്. 5-ാമത്തേത് കഴുകന്മാർക്ക്. 6-ാമത്തെ വഴി ബലവീര്യങ്ങൾ എന്ന ദിവ്യരാജഹംസങ്ങൾക്കും. അവസാനത്തേത് ഗരുഡനുമുള്ളതാണ്. വൈനതേയ പ്രഭാവമുള്ളവർ തന്നെയാണ് ഞങ്ങൾ. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ രാവണനെയും സീതയെയും ഞാൻ കാണുന്നുണ്ട്. സ്വഭാവത്താലും ആഹാര്യവീര്യത്താലും ഞങ്ങൾക്ക് ദിവ്യമായ ദൃഷ്ടി ശക്തി സിദ്ധിച്ചിരിക്കുന്നു. 100 കാതം വഴി ദൂരം വരെ കൃത്യമായി കാണുവാൻ ഞങ്ങൾക്ക് സാധിക്കും. വിധി ഞങ്ങൾക്ക് ഇര കൽപ്പിച്ചു തന്നിട്ടുള്ളത് വിദൂരത്തിലാണ്. കാൽക്കൽ തന്നെ കോഴികൾക്ക് ഭക്ഷണം വിധിച്ചിരിക്കുന്നു. ക്രൂരതയും ദുഷ്ടതയും മാത്രം ചെയ്യുന്ന ആ പിശുദാശനൻ രാവണനിൽ എൻ്റെ അനുജന് വേണ്ടി നിങ്ങൾ പകപോക്കുക കൂടി വേണം. ഈ ഉപ്പു സമുദ്രത്തിൽ 100 കാതം വഴി പോകുവാൻ മാർഗം എന്തൊന്നാണെന്നാണ് നിങ്ങളിനി ഗാഢമായി ആലോചിക്കേണ്ടത്. അവിടെ ചെന്ന് ദേവിയെ കണ്ട് തിരിച്ചു വരുവാൻ സാധിക്കുമെന്നതും തീർച്ച. നിങ്ങൾ എന്നെ അടുത്ത് സമുദ്ര സമീപത്തിൽ എത്തിക്കണം. മഹാത്മാവായ സഹോദരന് വിധിയാവണ്ണം ഉദകക്രിയ ചെയ്യണം. ചിറകു മുഴുവൻ വെന്തു കഴിഞ്ഞ സാമ്പാദിയെ ആ ബലശാലികൾ അതിവേഗത്തിൽ വെള്ളത്തിൻ്റെ അടുത്തു കൊണ്ടു ചെന്നു. ഉദകമേകിയ ശേഷം സ്വസ്ഥാനത്തു തന്നെ ഖഗേന്ദ്രനെ കൊണ്ടുവരികയും ചെയ്തു. തളർന്നു കഴിഞ്ഞിരുന്ന കവികളുടെ ഹൃദയം സീതാവൃത്താന്തത്താൽ ഏറ്റവും കുളിർത്തിരുന്നു. കൃത്രരാജവാക്കുകൾ അമൃതിൻ ബിന്ദുക്കൾ പോലെയാണ് വാനരവര്യന്മാർക്ക് തോന്നിയത്. അവർ ആകെ രോമാഞ്ചം കൊണ്ടു. വയോവൃദ്ധനായ കപീന്ദ്രൻ, ജാമ്പവാൻ, സർവ്വവാനരന്മാരും ഒന്നിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ഖഗേന്ദ്ര, സീതാദേവി എവിടെയാണ്? ആരാണ് കട്ടത്? ദേവിയെ ആരാണ് കട്ടതെന്ന് കൃത്യമായി പറയൂ. നിരാശാകർത്തത്തിൽ ആഴുന്ന ഈ വാനരന്മാർക്ക് അങ്ങ് ഒരു അവലംബമായി തീരണേ. ദാശരഥിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും വജ്രതുല്യങ്ങളായ ബാണങ്ങളെയും പരാക്രമങ്ങളെയും പറ്റി ചിന്തിക്കാത്തതാര്? ബദ്ധശ്രദ്ധരായി സീതാവൃത്താന്തം കേൾക്കുവാൻ എഴുന്നേറ്റു നിൽക്കുന്ന കപിസമൂഹത്തെ ആശ്വസിപ്പിച്ച് സംപ്രീതനായ സാമ്പാതി തുടർന്നു. ഹരിവീരന്മാരെ, സീതാപഹരണം എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയാം, കേൾക്കൂ. എന്നോട് ആരാണ് പറഞ്ഞതെന്നും സീതാദേവി എവിടെയാണെന്നും വ്യക്തമാക്കാം. അനേക യോജന വിസ്താരമാർന്ന ഈ മഹാചരത്തിൽ ചിറകു കരിഞ്ഞ് ഞാൻ വീണുവല്ലോ. വൃദ്ധനും ക്ഷീണിതനുമായ എന്നെ കൃത്യസമയത്ത് ഇര തന്ന് രക്ഷിക്കുന്നത് എൻ്റെ മകൻ സുപാർശൻ എന്ന ഖഗോത്തമനാണ്. ഗന്ധർവന്മാരുടെ കാമം, സർപ്പങ്ങളുടെ കോപം, മൃഗങ്ങളുടെ ഭയം, ഞങ്ങളുടെ വിശപ്പ് എന്നിവ ഒരുപോലെ കഠിനങ്ങളാണ്. ഒരു ദിവസം ഞാൻ വിശന്ന് ഇരയും കാത്തിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് യാതൊന്നും കൂടാതെ എൻ്റെ മകൻ വന്നു ചേർന്നു. വാർദ്ധക്യം, അരിശം, വർദ്ധിച്ച പൈതാഹങ്ങൾ എന്നിവയാൽ അവശനായി തീർന്ന ഞാൻ ആ ഉത്തമകുമാരനെ കുറെ ശകാരിച്ചു. ഭക്ഷണമില്ലാതെ വലയുന്ന എന്നോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് അവൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. അച്ഛാ, ഞാൻ കൃത്യസമയത്തു തന്നെ ഇര അന്വേഷിച്ച് അമ്പരത്തലത്തിൽ കൂടി പറന്നുപോയി.
മഹേന്ദ്ര പർവ്വതത്തിലിരുന്ന് ഞാൻ സിന്ധുവിൽ സഞ്ചരിച്ചിരുന്ന ജന്തു സമൂഹങ്ങളുടെ ഗതിയെ തടുക്കുവാൻ തല താഴ്ത്തി ഒറ്റയ്ക്ക് ശ്രമിച്ചു. അവിടെ ഞാൻ ഒരുത്തനെ കണ്ടു. അഞ്ജന പർവ്വത നിറമുള്ള ആ രാക്ഷസൻ ബലാദിത്യ ശോഭയാർന്നൊരു തരുണിയെ കൊണ്ടുപോവുകയാണ്. എന്നാൽ അവരെ തന്നെ ഇന്നത്തെ ഭക്ഷണമാക്കുവാൻ എന്ന് തീരുമാനിച്ച് അടുത്ത എന്നോട് അവൻ അതിവിനയത്തിൽ വഴി തരുവാൻ ഇരുന്നു. അധവനായ ഒരുവനോട് സാമവാക്കോതിയാൽ തട്ടിക്കേറുകയില്ലല്ലോ. എന്നെപ്പോലെയുള്ള ഒരുവൻ അക്രമത്തിന് ഒരുങ്ങുന്നത് ശരിയല്ലല്ലോ. ആകാശനീലിമയെ സ്വകാന്തി കൊണ്ട് വിജയിച്ച അസുരൻ അതിവേഗം ആ കാമിനി രത്നത്തെ കൊണ്ടുപോകുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ സിദ്ധന്മാരായ മഹർഷീശ്വരന്മാർ പ്രത്യക്ഷമായി പറഞ്ഞു, വൈദേഹി ജീവിച്ചിരിക്കുന്നു. ഭാഗ്യം തന്നെ. ആ മാമുനീന്ദ്രന്മാർ വീണ്ടും എങ്ങനെയോ ഒരു മട്ടിലിവൻ രക്ഷപ്പെട്ടു പോയല്ലോ. നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. അത്യുജ്വല കാന്തിയാർന്ന അവർ അപ്രത്യക്ഷരാകുകയും ചെയ്തു. പിന്നീട് എല്ലാം ഞാൻ അറിഞ്ഞു. രാക്ഷസേശ്വരനായ ദശഗ്രീവനായിരുന്നു അത്. ദാശരഥിയുടെ പത്നി സീതയെയാണ് അപഹരിച്ചു കൊണ്ടുപോയത്. ചമ്പകപ്പട്ടുടുത്ത് ആഭരണ വിഭൂഷയായിരുന്ന ദേവി ശ്രീരാമലക്ഷ്മണന്മാരെ ദീനദീനം വിളിച്ച് വിലപിച്ചുമിരുന്നു. അച്ഛ, ഇതാണ് കാലതാമസം പറ്റിയത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.